ബഹുമാന്യനായ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ അവർക്കെന്തോ ഒരു വിഷമം പോലെ സംസാരിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ, പ്ലീസ് പ്ലീസ്. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി അല്ലാതെയുള്ള പ്രസംഗം ദീർഘമായി കേട്ടവരാണ് ഇവിടെയുള്ള പുതിയ അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാവരും. എത്ര വീറോടെ അദ്ദേഹം സംസാരിക്കുന്ന നാം കേട്ടിട്ടുണ്ട് സാർ. പക്ഷേ ഇന്ന് അദ്ദേഹം വലിയ മനസാക്ഷിത്വത്തോടെയാണ് സംസാരിക്കുന്നതായി കണ്ടത്. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന ഒരു വിഷമബോധം അദ്ദേഹത്തിൻ്റെ മറുപടിയിലാകെ കാണാൻ കഴിയുന്നുണ്ട്. സർ, ഇവിടെ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർ, ഞാൻ സംസാരിക്കാതിരിക്കുന്ന സമയം അപ്പുറം ബഹളം വരുമ്പോഴായിരിക്കും. അപ്പോൾ അത് എൻ്റെ സമയത്തിൽ കൂട്ടാൻ പാടില്ല. ദയവായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഇവിടെ ഞാൻ പറഞ്ഞത് UDF സർക്കാർ ഈ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. സർ, ഇവിടെ ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പം അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സർ, ഇവിടെ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PMC നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. സർ, ഇവിടെ 2026 മെയ് 8 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണല്ലോ, ആ റിക്വസ്റ്റാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത്. നടപ്പാക്കിയെങ്കിൽ അത്തരമൊരു കത്തയക്കേണ്ട കാര്യമുണ്ടോ? സർ, ഇവിടെ PMC പദ്ധതി ഇവിടെ നടപ്പിലാവണമെങ്കിൽ ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ ബോധപൂർവമായ അതിനനുകൂലമായ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ PMC ഇവിടെ നടപ്പാക്കാൻ പറ്റൂ. ഇതാണ് സാഹചര്യം. അത്തരമൊരു തീരുമാനം നിങ്ങൾ സംസ്ഥാന സർക്കാർ രഹസ്യമായി എടുക്കാനുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത്. സർ, 2 കാര്യങ്ങളാണ് തീർത്തും വസ്തുതാവിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ധാരണാപത്രം അത് മരവിപ്പിക്കാനാണ്
അതിലൂടെ മരവിപ്പിക്കാനാണ്, അല്ലാതെ റദ്ദാക്കലല്ല LDF സർക്കാർ ചെയ്തു തീർന്നു. സർ, LDF സർക്കാർ ഒക്ടോബർ 23-നാണ് 2025 ഒക്ടോബർ 23-നാണ് ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ കാണേണ്ടത്, ഞങ്ങളെടുത്ത നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ 2025 നവംബർ 12-ന്, അതായത് 20 ദിവസത്തിനകം ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചു. സർ, ആ കത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. ആ നിലപാട് സർ ഇവിടെ മരവിച്ചല്ലോ, ഒരു കാര്യത്തിലും പിന്നീട് മുന്നോട്ട് പോയില്ലല്ലോ. സർ, ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അന്നത്തെ നിലപാടിനെ തുടർന്ന് ഇതാകെ മരവിക്കുകയും ഈ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിയാതെ വരികയും ചെയ്തല്ലോ. അതൊരു വസ്തുതയല്ലേ? കേരളത്തിൽ ഇപ്പോൾ PMC പദ്ധതി നടപ്പായിട്ടില്ലല്ലോ. മറ്റൊന്ന് സർ, ഇവിടെ വല്ലാതെ വാദിക്കുന്നൊരു കാര്യം, ഒപ്പിട്ട ധാരണാപത്രം പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ അവകാശമില്ല എന്നാണ്. സർ, ധാരണാപത്രം ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. പദ്ധതി നടപ്പാക്കണമെങ്കിൽ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ പോർട്ടലിലൂടെ അറിയിക്കണം. ഇത് 28/10/25 തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഓൺലൈൻ പോർട്ടലിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേരളത്തിൽ ഒരു തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുമില്ല. ഒരു കാര്യവും നടന്നിട്ടില്ല. സർ, അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ വീതമാണ് PMC സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റും കേരളത്തിൽ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറിയിട്ടുമില്ല. സർ, പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം 40% ഫണ്ട് വകയിരുത്തണം. ഇതും നടന്നിട്ടില്ല. സർ, ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നടന്നിട്ടില്ല. BSCയുടെ ഇന്നലെ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് അടിസ്ഥാനത്തിലാണ് സർ വിഷയം വരുമ്പോ വിഷയത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണ്ടേ? 10 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി അങ്ങ് മനസ്സിൽ വെച്ചോണ്ടോ? വിഷയം അത്രയും പ്രധാനമാണല്ലോ. അപ്പോൾ വിഷയത്തിൽ ഒരു വ്യക്തത വരണ്ടേ? അതേ വേണ്ടൂ. ഇതില് സംസ്ഥാനം പാലിക്കേണ്ട മറ്റ് അനുബന്ധ നിബന്ധനകളുണ്ട്. ഇതൊന്നും നിർവഹിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിർവഹിക്കാതെ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒപ്പിട്ടതിന് ശേഷമാണ് ഇതൊക്കെ വരേണ്ടത്. ആ വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കാതായിട്ടുള്ളത്. സർ, ഈ പറയുന്ന സർ, ഇത് തീരട്ടെ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അറിയിക്കുന്ന നിലയാണ് നേരത്തെ LDF സർക്കാർ സ്വീകരിച്ചത്. സർ, അതുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാകാതിരിക്കുന്നത്. ഇവിടെ നടപ്പാകാതിരുന്നത് കൊണ്ടാണ്. ഇനി പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുകയാണല്ലോ. സർ, അതാണല്ലോ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സെക്രട്ടറി അയച്ച കത്ത് വ്യക്തമാക്കുന്നത്. സർ, the implementation of the MOU had kept in abeyance by the government of Kerala എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണല്ലോ. സർ, സുപ്രീം കോടതിയിലാണല്ലോ ഈ പറയുന്ന എഫിഡവിറ്റ് കൊടുത്തത്. സർ, 12/11/25 ധാരണാപത്രം മരവിപ്പിച്ചത് കാരണം സംസ്ഥാനത്തെ സ്കൂളുകൾ തിരഞ്ഞെടുക്കൽ, പദ്ധതി നടപ്പിലാക്കൽ ഒന്നും നടന്നില്ല എന്നാണ് ഈ കത്തിൽ
വ്യക്തമാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മുടെ സമയം എക്സീഡ് ചെയ്ത് പോവുകയാണ്. അതെ സർ, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിനും പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷം വന്ന ഏറ്റവും ഗൗരവമായ വിഷയമാണല്ലോ ഇത്. ഈ വിഷയം അവതരിപ്പിക്കാതിരുന്നാൽ അത് നാടിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായി അങ്ങ് ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നത്ര ചുരുക്കും സർ. പ്ലീസ്, നാം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് PMC പദ്ധതിയുടെ കാലാവധി തീരാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് SSK ഫണ്ട് തടഞ്ഞുവെച്ച വിവരങ്ങൾ അറിയില്ലാന്ന് തോന്നുന്നു. SSK ഫണ്ട് തടഞ്ഞുവെച്ച് അതിൻ്റെ ഭാഗമായി കിട്ടേണ്ട തുക നിർത്തിവെച്ചത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. സർ, PMC പദ്ധതി വഴി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? ഒരു പൈസയും ഇതേവരെ കേരളം അതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല. ഒരു പൈ PMCയുടെ ഭാഗമായി കേരളം വാങ്ങിയിട്ടില്ല. സർ, PMC പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തരത്തിലുള്ള പദ്ധതി നാം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു 40% മുടക്കി നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വല്ലാതെ ശ്രമിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ PMC പദ്ധതിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ 2022 മുതൽ അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാത്ത സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. സർ, പക്ഷേ സംഭവിച്ചത് അതിൻ്റെ പേരെ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട 1158 കോടി രൂപയാണ് തടഞ്ഞുവെക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സർ, അന്ന് അതിനെതിരെ നാം എല്ലാം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷേ മറ്റ് കാരണങ്ങളാൽ അതുമായി ഒന്നിച്ചു നിൽക്കാൻ അന്നത്തെ പ്രതിപക്ഷം തയ്യാറായില്ല എന്നത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. PMC പദ്ധതി എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർ നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ട. NEP RSS മുഖപത്രമായ ഓർഗനൈസർ തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 2022 മുതൽ അതിനോട് വ്യക്തമായ വിയോജിപ്പാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ആ അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങാനാണോ UDF സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത് എന്നതാണ് നാടിന് മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ വാദങ്ങളെല്ലാം വിഴുങ്ങുകയാണ്. സർ, വല്ലാത്തൊരു ഒത്തുകളി. ഇത് രഹസ്യമായല്ല, ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. സർ, വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒരിക്കലും ഞങ്ങൾ LDF തലകുനിച്ചിട്ടില്ല. NCERT വെട്ടിമാറ്റിയ, ഞാൻ അവസാനിപ്പിക്കുക, വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതേപോലെ തന്നെ മുഗൾ ചരിത്രം, ഇതെല്ലാം അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയത് LDF സർക്കാരായിരുന്നു. സർ, അതുപോലെ തന്നെ NBക്കെതിരെയുള്ള ഉദാത്തമായൊരു മാതൃകയാണ് കേരളം സ്വന്തമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ ചട്ടക്കൂട് രൂപീകരിച്ചത്. സർ, ഇതൊക്കെ UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാൻ ആർജവം കാണിച്ച സർക്കാരായിരുന്നു LDF സർക്കാർ. സർ, ഞാൻ സമയം പോയതുകൊണ്ട് MGVCയുടെ കാര്യം പറയുന്നില്ല. അവിടെ 19 BJPക്കാരെ തിരികെ കയറ്റിയ പ്രശ്നം പറയുന്നില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ മൗനം നിങ്ങളെ സർക്കാർ പാലിച്ചതിനെക്കുറിച്ചും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരണത്തിൻ്റെതായ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നാം കാണണം. സർ, കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തും.